തിരുവനന്തപുരം ബ്രഹ്മോസ് എയ്റോസ്പേസ് DRDOയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ BAPLൽ നിന്നും തിരുവനന്തപുരം യൂണിറ്റിനെ വേർപെടുത്തി. മെച്ചപ്പെട്ട ഭരണനിർവഹണമടക്കം ലക്ഷ്യമിട്ടാണ് ആത്മനിർഭർ ഭാരതിൽ ഉൾപ്പെടുത്തിയുള്ള ഏറ്റെടുക്കൽ. സ്ഥാപനത്തിലെ ജീവനക്കാരും കേന്ദ്ര സർക്കാരിന് കീഴിലേക്കാണ്. മാറ്റം സംബന്ധിച്ച് പ്രതിരോധ മന്ത്രാലയം ഉറപ്പു നൽകിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സൂപ്പർസോണിക് മിസൈൽ സംവിധാനമായ ബ്രഹ്മോസിന്റെ നിർണായക ഘടകങ്ങൾ നിർമ്മിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ സ്ഥാപനങ്ങളിലൊന്നാണ് ബ്രഹ്മോസ് എയ്റോസ്പേസ് തിരുവനന്തപുരം ലിമിറ്റഡ്. ലാഭകരമായി പ്രവർത്തനം തുടരുന്ന തിരുവനന്തപുരം യൂണിറ്റിന്റെ പ്രകടന മികവ് വർദ്ധിപ്പിക്കുവാനും ഭരണനിർവഹണം കാര്യക്ഷമമാക്കാനും ലക്ഷ്യമിട്ടാണ് മാതൃ കമ്പനിയിൽ നിന്നും വേർപെടുത്തി DRDOയുടെ കീഴിലുള്ള സ്വതന്ത്ര സ്ഥാപനമാക്കി മാറ്റുന്നത്. ഇന്ത്യ റഷ്യൻ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നുമാണ് തിരുവനന്തപുരം യൂണിറ്റിനെ വേർപെടുത്തി ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമാക്കുന്നത്. തിരുവനന്തപുരത്തെ ജീവനക്കാരും കേന്ദ്ര സർക്കാർ ചട്ടക്കൂടിന്റെ ഭാഗമായി മാറും. വിദേശ രാജ്യവുമായുള്ള സംയുക്ത സംരംഭമായതിനാൽ നേരത്തെ ബ്രഹ്മോസ് ജീവനക്കാരെ കേന്ദ്ര സംവിധാനത്തിന്റെ ഭാഗമാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. ഇതിനു കൂടിയാണ് സ്വതന്ത്ര സ്ഥാപനമാക്കുന്നതോടെ മാറ്റം വരുന്നത്. കമ്പനിയുടെ പുനഃക്രമീകരണം സംബന്ധിച്ചും ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷയിലും ഉറപ്പ് ലഭിച്ചതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജനം TVയോട് പ്രതികരിച്ചു. പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമാക്കുന്ന വിധത്തിൽ ബ്രഹ്മോസ് തിരുവനന്തപുരം യൂണിറ്റിന്റെ ശേഷി പൂർണ്ണതോതിൽ വിനിയോഗിക്കുകയാണ് മോദി സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. ജനം, തിരുവനന്തപുരം.